ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ഹാഷറിൻ്റെ പുതിയ ഹാഷറിൻ്റെ സിനിമ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അത്രയും പബ്ലിസിറ്റി കൊടുത്തത് ഹാഷറിൻ്റെ ആ ഒരു നെയിം ടാഗ് വന്നതോടുകൂടിയാണ് ആ സിനിമ ഇത്രയും കയറി ക്ലിക്കായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിക്കായതെന്ന് വിശ്വസിക്കുന്നില്ല, ഇത്ര ഒരു പബ്ലിസിറ്റി കിട്ടിയത് ആ ഒരു പേര് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിനിമയെ പറ്റി പറയാം. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു സിനിമയാണ് വാഴ. ശരി, ഞാൻ സിനിമയുടെ പേര് പറഞ്ഞില്ല അല്ലേ? ഓക്കെ, ഞാൻ വാഴ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഒന്നും പറയാനില്ല, ഫേവറേറ്റ് ലിസ്റ്റിൽ ഒന്നായിരിക്കും ഈ വാഴ എന്ന് പറയുന്നത്. എന്താ പറയണ്ടേ, ഒരു മലയാള ഇൻഡസ്ട്രിയിലെ ഒരു മികച്ച റിലേറ്റബിൾ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഒന്ന് തന്നെയാണ് വാഴ. ബയോപിക് ഓഫ് എ മില്യൺ ബോയ്സ് എന്ന ഹാഷ്ടാഗോടുകൂടെയാണ് അവർ ഈ സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങുന്നത്. എന്താ പറയണ്ടേ, ഈ സിനിമ പല ആൺകുട്ടികൾക്കും പെട്ടെന്ന് റിലേറ്റബിൾ ആവും, പെട്ടെന്ന് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണക്റ്റ് ആവും. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അതേ കഥയാണെന്ന് പെട്ടെന്ന് തോന്നിപ്പോകുന്നൊരു കഥയാണ്. എല്ലാവരുടെ അഭിനയം എല്ലാം നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ക്ലൈമാക്സ് ശരിക്കും ഒരു വൈകാരിക രംഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തു പറയാനാ, ഇത് കാണുന്ന വളരെ രസകരമാണ്. എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അതേ കഥയാണെന്ന് ഞങ്ങൾ പെട്ടെന്ന് കണക്ട് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണക്ട് ആവും. ക്ലൈമാക്സ് ശരിക്കും വൈകാരികമായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ അഭിനയ പ്രകടനങ്ങളൊക്കെ ഒരു ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴേക്കും അവരുടെ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ച അവരുടെയൊക്കെ ഒരു സീനുണ്ട്, നല്ല രസമാണ്. പിന്നെ എന്തുവാ പറയണ്ടേ, ഈ അടുത്തിറങ്ങിയതിൽ മലയാള സിനിമയിൽ ഏറ്റവും നല്ല ഒരു റിയലിറ്റിക് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആൺപിള്ളേർക്ക് അത് പെട്ടെന്നൊരു കണക്ട് ആവും. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഈ സിനിമയിൽ അവരവരുടെ റോളുകൾ അവർ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ സംതിങ് കാണും, പക്ഷേ ആ 2 മണിക്കൂറും പോകുന്നതെന്ന് അറിയില്ല. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ആൺകുട്ടികൾ പ്രത്യേകിച്ച് പോയി കാണണമെന്ന് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഹാഷറിൻ്റെ സ്ക്രീൻ പ്രസൻസ് കുറച്ചേ ഉള്ളൂ എങ്കിലും വരുന്ന ടൈമെല്ലാം തിയേറ്റർ മൊത്തം ഇളക്കി മറിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നിങ്ങളെല്ലാവരും പോയി കാണണം. ആ സിനിമ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു സിനിമയാണ്. അപ്പോൾ ഇനിയും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കാണാം.